അതുപോലെ അടുത്ത ലോയാണ് അബ്സോർപ്ഷൻ ലോ. അബ്സോർപ്ഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+AB = A ആണെന്ന് എനിക്ക് എഴുതാം. A+AB എനിക്ക് എന്തെഴുതാം? എ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ലോ പഠിച്ചാൽ മതി, അടുത്ത ലോനെ വേണേൽ എഴുതാം. ഈ പ്ലസ് കിടക്കുന്നത് എന്തിട്ടാൽ മതി? ഡോട്ട് ഇടുക. ഇവിടെ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ എന്താക്കുക? A+B ആക്കുക. അതെന്താണ്? എ ആണ്. ഒരു ലോയ്ക്കകത്ത് 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ A+B എ എന്നും പറയാം, A × A+B വേണമെങ്കിൽ എന്ത് പറയാം? എ എന്ന് പറയാം. ഇതാണ് 2 ലോ. ഇതിൻ്റെ പ്രൂഫ് നോക്കിക്കേ, നമുക്ക് കണ്ടെത്തന്നെ മനസ്സിലാവും. രണ്ടിനകത്ത് ആര് കോമണാ? എ കോമണാ. ബാക്കി മിച്ചം എടുക്കുമ്പോൾ ആരേ ഉള്ളൂ? 1+B. അപ്പോൾ എന്ത് കിട്ടി? എ കിട്ടി. ഇനി ഇവിടെ ഈ രണ്ടാമത്തിൻ്റെ പ്രൂഫ് നോക്കിയാലും പെട്ടെന്ന് എളുപ്പമാണ് അല്ലേ? ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കിക്കേ. ഇതല്ലേ നമ്മുടെ എക്സ്പ്രഷൻ A × നമുക്ക് ബ്രാക്കറ്റ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ A × A, അതുപോലെ AB എന്ന് വരും. A × A എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ് അല്ലേ? A × A എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. പിന്നെ AB എഗെയിൻ എ പുറത്തെടുക്കാമല്ലോ. 1+B എ എന്ന് പ്രൂവ് ചെയ്തു. അത്രേ ഉള്ളൂ. അടുത്തതാണ് റിഡണ്ടൻറ്റ് ലിറ്ററൽ റൂൾ എന്ന് പറയും. 1ഉം റിഡണ്ടൻറ്റ് ലിറ്ററൽ റൂൾ 2ഉം. റിഡണ്ടൻറ്റ് ലിറ്ററൽ എന്ന് പറഞ്ഞിട്ടുള്ളത് A+A⁻B എന്ന് പറഞ്ഞാൽ A+B ആണ്. അതുപോലെ A × A⁻B എന്ന് പറഞ്ഞാൽ ഇതുമാണ്. A⁻+B എന്ന് പറഞ്ഞാൽ AB ആണെന്നുള്ളതാണ് റൂള്. അതായത് ഒരു നമ്പറും അതിൻ്റെ കോംപ്ലിമെൻറ്റും വേറൊരു വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? A+B ആണ്. ഇവിടെ എങ്ങനെയാണ്? ഒരു വേരിയബിളും സെയിം വേരിയബിളും ഇൻറ്റു വേറൊരു വേരിയബിളും. ഇവിടെ എ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതിൻ്റെ കൂടെ വേറൊരു വേരിയബിൾ. ഈ കേസിലോ എയും എയുടെ കോംപ്ലിമെൻറ്റും വേറൊരു വേരിയബിൾ വന്നത്. അപ്പോൾ A+B നമ്മൾ എഴുതണം. ഇവിടെയോ സെയിം വേരിയബിൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതാണ് ആ റൂള്. ഓക്കെ, റിഡണ്ടൻറ്റ് ലിറ്ററൽ റൂൾ നോക്കിക്കേ. A+A⁻B എന്ന് പറഞ്ഞാൽ A+B ആണ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമല്ലേ? A+A⁻B എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടിലോ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചായിരുന്നു അല്ലേ? ഡിസ്ട്രിബ്യൂട്ടിലോ എന്തായിരുന്നു? നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടിലോ വെച്ച് വേണമെങ്കിൽ എനിക്ക് ഇതിങ്ങനെ എഴുതാൻ മേലേ. എന്താ ഡിസ്ട്രിബ്യൂട്ടിലോ? A+BC = എന്തായിരുന്നു? A+B × A+C. ഇതായിരുന്നു എൻ്റെ ഡിസ്ട്രിബ്യൂട്ടിലോ. ഇവിടെ നോക്കിയേ, എയുടെ സ്ഥാനത്ത് എ തന്നെ കിടക്കുന്നത്. ഇവിടെ ബിയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? ബിയുടെ സ്ഥാനത്ത് A⁻ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ബിയുടെ സ്ഥാനത്ത് ബി തന്നെ കിടപ്പുണ്ട്. C⁻ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്നത്? A⁻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞേ. A+B × A+C⁻ എന്ന് എഴുതാൻ മേലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? നമ്മുടെ സ്ഥാനത്ത് A+A⁻ × A+B എന്ന് എനിക്ക് എഴുതാൻ മേലേ. എഴുതാം. അപ്പോൾ A+A⁻ എന്താ? ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു. ഏതിനകത്ത്? ഓർലോയ്ക്കകത്ത്. A+A⁻ 1 ആണെന്നറിയാം. പിന്നെ ബാക്കി മിച്ചാരേ ഉള്ളൂ A+B. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? A+A⁻B എന്ന് പറഞ്ഞാൽ A+B എന്ന് പ്രൂവ് ചെയ്തില്ലേ? ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് എന്താണ്? A × A⁻B = AB. റിഡണ്ടൻറ്റ് ലിറ്ററൽ റൂൾ 2. അതൊന്നുമില്ല, ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തേ. A × A⁻B എന്ന് പറഞ്ഞ് AB ആണെന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. A × A⁻A + AB എന്ന് വരും. A × A⁻ എന്താ? നമ്മൾ പഠിച്ച് 0 ആണ്. അത് = AB. ആൻസർ കിട്ടി. കണ്ടോ? അത്രേ ഉള്ളൂ. അടുത്തതാണ് കൺസണൻസ് തിയറം, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ഫാക്ടർ തിയറം എന്നൊക്കെ പറയും. ഇതും ഭയങ്കര എളുപ്പമാണ്. ഒന്നാമത്തെ ലോ ഇതാണ്. AB + A⁻C + BC എന്ന് പറയുന്നത്. AB + A⁻C ഇതാണ് ആ റൂള്. AB + A⁻C + ഇവിടെ എയും എയുടെ കോംപ്ലിമെൻറ്റും വന്നു. ഇവിടെ BC രണ്ട് വേറെ ആൾക്കാരാണ്. പിന്നെ ഇവിടെ BC പിന്നെയും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് എന്നുള്ളതാണ് ആ റൂള്. കണ്ടോ? AB + A⁻C തന്നെയാണ്. ഓക്കെ, നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോവാം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത്, ഇപ്പം ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരം ഞാൻ ഇവരെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഒന്നുമില്ല. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, A+B എല്ലാവരെയും A+Bയുടെ ആൾക്കാരെല്ലാം ഒരുമിച്ച് കൊണ്ട് അങ്ങ് എഴുതി. A+B ഇവിടെ ഉണ്ട്, A+B + C ഒരുമിച്ച് അങ്ങോട്ട് എഴുതി. ഇവിടെ A⁻ + C ആണ്, ഇവിടെ A⁻ + Cയുടെ ആൾക്കാർ കിടപ്പുണ്ട്. അപ്പം ആൾക്കാരെല്ലാം ഒരുമിച്ച് എഴുതുക. ഒരുമിച്ച് അങ്ങ് എഴുതാൻ നമുക്ക് പിന്നെ പുറത്തെടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവരും പുറത്തോട്ട് ഒരുമിച്ച് അങ്ങ് എടുത്തു. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ A+B പുറത്തെടുത്തല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ബൈ അബ്സോർപ്ഷൻ ലോയുടെ ഫോമില കിടക്കുന്നത്. അബ്സോർപ്ഷൻ ലോ എന്തായിരുന്നു? A+AB എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം. A ആണെന്നൊരു ഫോം ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ നോക്കി, A+AB
എ പ്ലസ് ബി. സോ ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ എ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണെന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ലോയുടെ പേരാണ് അബ്സോർപ്ഷൻ ലോ. ഉണ്ടോ? എ ഇൻറ്റു എ പ്ലസ് ബി ഇസിക്കൽ ടു എ, അതാണ് അബ്സോർപ്ഷൻ ലോ. ഇവിടെ നോക്കിക്കേ, ആ സെയിം ഫോമിൽ തന്നെയല്ലേ കിടക്കുന്നത്. ഇവിടെ എ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിൽ തന്നെയല്ലേ കിടക്കുന്നത്. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാന്നേ ഉള്ളൂ? എ പ്ലസ് ബി ആണെന്നല്ലേ ഉള്ളൂ. ഇതാണ് എ. ഇവിടെ ഉണ്ടോ? എ കിടപ്പില്ലേ? പ്ലസ് ബി, അതെന്താ? എ ഉണ്ടോ? എ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ആണ്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? എ ഇൻറ്റു എ പ്ലസ് സിയുടെ ഫോമിൽ തന്നെയല്ലേ കിടക്കുന്നത്. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാന്നേ ഉള്ളൂ? എ ബാർ പ്ലസ് സി ആണ്. നമ്മൾ പ്രൂവ് ചെയ്തു.